ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് 2 ദിവസമായിട്ട് ഷാലൂപ്പയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് ചെയ്യുന്നത് നിർത്തിയതാണ് നമ്മുടെ ടോണിച്ചാന്റെ ഒരു വിഷയത്തോടു കൂടി. കാര്യം ഞങ്ങൾ കുറച്ചുപേരെ കൂടി ടോണിച്ചാന്റെ എക്സ്പോസിങ് പരിപാടിയൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ കുറച്ചാൾ ഇറങ്ങിയായിരുന്നു. പിന്നെ പുള്ളി ഇങ്ങോട്ട് തിരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പോൺസ് കണ്ടപ്പോഴേക്കും മനസ്സിലായി നല്ല ബെസ്റ്റ് ടീമാണ്, നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ടോണിച്ചാൻ നന്മ വരോട്ടത്, അത് ആ വഴിക്ക് പൊക്കോട്ടെ, ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ തുടങ്ങുന്നില്ല. ഇനി ഷാരൂഖിയാന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന കുറെ പേരെ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവരൊരു ആക്ടിവിറ്റി എങ്ങനെയാണ്, ഇവരൊരു രീതി എങ്ങനെയാന്നൊക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ ഈ ചാരിറ്റിക്ക് വേണ്ടി, അതായത് അവരുടെ ചികിത്സയ്ക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ പലരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇതെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ വെരി പേഴ്സണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, അത് ഉള്ളിലിരിക്കട്ടെ. പലരുടെയും നല്ല മുഖങ്ങളും വളരെ മോശം മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ പേരെടുത്ത് പറയാനുള്ള, ഇനി പേരെടുത്ത് പറയാത്തതുകൊണ്ട് പലരെയും പോയിന്റ് ഔട്ട് ചെയ്യാനും നിൽക്കേണ്ട നിങ്ങൾ. അത് എന്റെ ഉള്ളിലും അല്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞ ആളുടെ ഉള്ളിലും ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യം എന്നുള്ളത്, ഏത് രീതിക്കാണുള്ള അപ്രോച്ച് എന്ന കാര്യങ്ങൾ, അത് അവിടെ നിൽക്കട്ടെ. ഷാലുബിയാന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയാം, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരൊന്ന് പറയും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇതിനെ പോലെ ഇവിടെ വന്നിരുന്ന് കൊണക്കിയാലല്ലോ. അത് അവിടെയാണ് കുഴപ്പം. എപ്പോഴും ചാരിറ്റി ചെയ്യേണ്ട അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി ചെയ്യുന്ന മോശം കാര്യങ്ങളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും മോശം കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇവരൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന ഏത് രീതിയിലവരാ, അന്തവാനത്തെ പോലെ മഞ്ഞം പടയിത്ത ഈ രീതിയിലല്ലേ. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോഴേക്കും വന്നിരുന്നുകൊണ്ട് സോക്കോൾഡ് ഫാൻസ് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടിട്ട് കമന്റ് അടിപ്പിക്കുന്ന കുറച്ച് പേര് വന്നിട്ട് കാണുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ ഇത്രയും നാളായിട്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്നതാണ്. പക്ഷെ ഇത്തവണ ഉണ്ടായിരിക്കുന്ന സീൻ ഇത് ഇച്ചിരി എനിക്ക് കണ്ടപ്പോ ഞാൻ 2-3 തവണ പലരും വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തപ്പോ ഇനി എന്തെപ്പെട്ടൊക്കെയോ ഒരു 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 വ്യക്തത കുറവ് തോന്നി. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ അടിയുടെ വീഡിയോയിലൊക്കെ ഒരു വയസ്സായ സ്ത്രീനെ റോട്ടിലിട്ട് ചവിട്ടി കൂട്ടുന്നതിന്റെ ഒരു സാധനം. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. അതാര് അത് ഞാൻ അടിച്ചത് നമുക്കങ്ങോട്ട് ഇറങ്ങാൻ വാങ്ങില്ല. ഞാനൊരു ഒരു കാര്യം പറയണ, ഈ വീഡിയോ ഭാഗ്യവശാൽ ഈ സീനിലുണ്ടായിരുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ, സത്യസന്ധമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇയാള് തള്ളണതോ ഇടിക്കണതോ ആയിട്ട് തുടക്കത്തിലുള്ളതൊന്നും ഇതിന്റെ അകത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ എന്തോ പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. അപ്പോ ഇയാള് തള്ളിയിട്ടാണോ വീണത്, അല്ലെങ്കിൽ ഇയാൾ ജസ്റ്റ് മാറാൻ പറഞ്ഞോ, അല്ലെങ്കിൽ ഇയാളെ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് ആ ലേഡീനെ ഉന്തിയപ്പോ അവര് തന്നെ നിലത്ത് പോയി വീണ് കിടന്ന് കാണിക്കണാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് അതിൽ കണ്ടെത്തുന്നവർ പറയണം. ബിക്കോസ് അവിടെ ആരും അനങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില ആൾക്കാർക്ക്, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിട്ട്, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, വണ്ടി അടുത്ത് കൂടി വരുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് പോയങ്ങ് വീഴും, വണ്ടി ഇടിച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട്. അതുപോലത്തെ അതിൽ സെറ്റപ്പ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. മറ്റേ സംഭവം തന്നെ, നമ്മുടെ അയ്യ എന്റെ അമ്മ 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 ആ ഒരു സാധനം ഉണ്ടല്ലോ, ആണോ എന്ന് അറിയാനാ ചോദിച്ചത്. എനിവേ അതല്ലാന്ന് തന്നെ വിശ്വസിക്കാം. കഷ്ടം കേട്ടാ. അത് ഞാൻ അമ്മക്ക് തള്ളിയിട്ടല്ല അടിക്കണം എല്ലാരും കൂടെ ഇട്ട് ചവിട്ടി നോക്ക്. ഷാലു പേയുടെ കൂടെ അവരിട്ട് തള്ളി അവരെ ഇട്ട് കൊല്ലണ്. എന്തിനാൾക്കൂട്ടം എടുത്തിട്ട് അടിച്ചെന്ന് പറഞ്ഞ, ചവിട്ടിയെന്ന് പറഞ്ഞ നിലത്തിട്ട്. കൊച്ചെ നിങ്ങൾ എന്നായിരുന്നു നിലവിൽ വെച്ച ഓക്കെ, ഈ അടിക്ക് ശേഷം ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ട് പിന്നെ എന്തൊക്കെയോ കോണൊക്കെ ഇറക്കുന്നുണ്ട്, അങ്ങോട്ടും ഫയർ ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഞാൻ ആദ്യം തന്നെ ഷാലു പിയറിന്റെ കേസിലേക്ക് വരാം. എടോ, തനിക്ക് നാണം ഉണ്ടോടോ? തന്നെയൊക്കെ പറ്റുന്ന ഒരാളാ, അല്ലെങ്കിൽ എന്തെങ്കിലും തനിക്ക് അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞ പറയാനൊരു ഇതുണ്ട്. ആ ഒരു വയസ്സായ ഒരു സ്ത്രീനെ, അവരെന്തും ആയിക്കോട്ടെ, അവരെ താൻ അവിടെ ഇട്ട് കാട്ടിക്കൂട്ടിയെന്ന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. ഇനി അവരെന്തൊക്കെ അവരാ തന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, അങ്ങനത്തെ ഒരു വേഷം വരുന്നുണ്ട്. താൻ ആ ചെയ്തു വെച്ച കാര്യത്തിൽ ഒരു ന്യായീകരണം താൻ അർഹിക്കുന്നില്ല. സത്യം പറഞ്ഞ ആ ന്യായീകരണത്തിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ തുടക്കത്തിൽ ഇത് പറഞ്ഞത്.
ആ വയസ്സായ സ്ത്രീ പല മൈൻഡുള്ള ആൾക്കാരുണ്ട്, പല രീതിക്കുള്ള ആൾക്കാരുണ്ട്, പല സ്വഭാവമുള്ള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്തു പോകാന്ന് തോന്നുന്ന വയസ്സായ കൊല്ലങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുള്ള. പക്ഷെ അവരൊരു ഏജ് ഒന്ന് കൺസിഡർ ചെയ്യണം. ഈ ഒരു പ്രായത്തിലേക്ക് വരുമ്പോഴേക്കും ചിലർക്കൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ വട്ടളകി എന്നൊക്കെ നമുക്ക് തോന്നും. മോസ്റ്റ്ലി അത് വട്ടൊന്നും ആയിരിക്കില്ല, അവരുടെ ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ ഈ ലേഡിയുടെ കേസ് എനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെ ശാലു പെയ്യാട് അവരെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് ശരിയായില്ല. വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ വീഡിയോ എടുത്ത വെറും വാഴകളോടെ ഞാൻ പറയണേ, പോയി ചത്തൂടെ നിങ്ങക്ക്. അവിടെ കമന്ററി കൊടുക്കുന്നുണ്ടല്ലോ, അയ്യോ ശാലു പെയ്യാട് ഇടിക്കുന്നു, തല്ലുന്നു, കുത്തുന്നു, ഒന്നും ഓടിപ്പോയി പിടിച്ച് മാറ്റാൻ പറ്റിയില്ലല്ലോ. ഈ ഉളുപ്പില്ലാത്ത അവിടെ നിന്നിട്ട് കമന്ററി പറഞ്ഞോണ്ടിരിക്കുക. നാണം കെട്ട വെറും വീഡിയോ എടുത്തു. അതിലെന്ന് ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഒരു പ്രൂഫിന് വേണ്ടി എടുക്കുക. എത്ര പേരുണ്ടായിരുന്നു അവിടെ ആ കമന്ററിയിൽ? കുറെ പേരുടെ വോയിസ് കേൾക്കണ്ടല്ലോ. ആരും പോയി നോക്കിയില്ല. നാണം കെട്ട നിങ്ങള്. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്താ പറയണേ, ഇയാള് എന്ത് പ്രശ്നം ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് പിടിച്ചു മാറ്റിക്കൂടെ, ഇടപെട്ടൂടെ? നാട്ടുകാർ മൊത്തം എന്തോരം മൊണ്ണകളാ അറിയാം ചുറ്റും വായി പൊളിച്ചിരിക്കണത്. ഞാൻ അങ്ങനെ തന്നെ പറയും, വെറും മൊണ്ണകള്. എടോ, അയാള് തെറ്റ് ചെയ്താലും ആ വയസ്സായ സ്ത്രീ തെറ്റ് ചെയ്താലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെ ഒരു അക്രമം നടക്കുമ്പോ അവർ രണ്ടുപേരെ ഏജ് കാറ്റഗറി ഒന്ന് നോക്കണം. നടക്കുമ്പോ ഇടപെടണം. അതാണ് മര്യാദ, മാന്യത. എന്നിട്ട് ഈ വക ഡയലോഗ് അടിക്കാൻ വന്നതിന് രസമുണ്ട്. ആ വീഡിയോ എടുത്ത ആൾക്കാര് എന്താ പറയണേ, ശാലു പയ്യാട് എന്ന് പറഞ്ഞ ആള് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളില്ലേ, അതിലും മോശം നിങ്ങൾ ചെയ്തു വെച്ചത്. ആ വീഡിയോ എടുത്തത് ഓക്കെ ഫൈൻ, അതല്ല ചെന്ന് പിടിച്ച് മാറ്റരുതായിരുന്നു. അയ്യോ, പയ്യാടിന്റെ വക ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നുണ്ട് അതിന്റെ. അതിലേക്ക് കിടക്കാം. എന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം കയ്യിൽ വെക്കുന്നുണ്ട്. റോഡിൽ കിടന്ന ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ആ സ്ത്രീയാണ് ബാക്കിൽ കൂടി നടന്നു പോണ കേട്ടോ. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിവുണ്ടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പൊ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിന്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുമ്പ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളയ്ക്കും വിളിച്ച്. വട്ടായ സ്ത്രീ എങ്ങനെയാണോ 1 കോടി രൂപ ചോദിക്കുന്നത്? അതിനൊക്കെ അവർക്ക് കൃത്യമായിട്ട് ബോധമുണ്ടല്ലോ. അപ്പൊ അല്ല, എനിക്ക് ഇതിലൊക്കെയാണ് ഒരു ഡൗട്ട് തോന്നുന്നത്. ശാലുപയുടെ സമയത്ത് ആ ഒരു നെർവസ്നെസ് അതിന്റെ പുറത്ത് കയ്യിൽ നിട്ടതാണോ ഈ 1 കോടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് വീട് പണിത് കൊടുക്കാനാണെങ്കിൽ പോലും 1 കോടിയുടെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അവര് വന്ന് നിങ്ങളോട് ഈ 1 കോടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. ഇത് ശേഷം ഒരു തെറിവിളി സാധനം വെക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരിനെ, ഈ വയസ്സായ സ്ത്രീനെ ആരോ പിരിയേറ്റി വിട്ടിട്ടുണ്ട് ഇതിന്. അതായത് സ്വാഭാവികമായിട്ട് ചാറ്റ് ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരോ പിരിയേറ്റി വിട്ട പോലെ എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു കളിൻ്റെ അകത്തുണ്ടെന്ന് എനിക്ക് പലരും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആരോ പിരിയേറ്റി വിട്ടേക്കണ പോലെ തോന്നി. ശാലുപ്പയ്യാട് ഡീസന്റ് ആണ്, അല്ലെങ്കിൽ നല്ല നന്മമരമൊന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇതിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ അവിടെ ആ ലേഡിയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ 1 കോടി എനിക്ക് തോന്നുന്നില്ല ആ വയസ്സായ സ്ത്രീ വന്നിട്ട് ഇയാളുടെ അടുത്ത് 1 കോടി തന്നെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ഇയാള് വീട് വെച്ച് കൊടുക്കാന്നാണ് പറഞ്ഞത്, കാശ് കൊടുക്കാന്നല്ല. ആ സ്ഥിതിക്ക് 1 കോടി ഒന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ ഉണ്ടായിട്ടുണ്ടാവണ്ടേ? ഓക്കെ, ഇനി പറ. നമുക്ക് മാനസിക ആശുപത്രിയിലാക്കാം സാർ. അതേ നടക്കുള്ളൂ. മാനസിക ആശുപത്രി അല്ലെ, നമ്മളെല്ലാ സാധനം ഉണ്ട്, തെളിവുണ്ട്. ഇനി പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞത് ശരി. ആദ്യം തന്നെ അവിടുത്തെ കൂടിയിരുന്ന കേരള പോലീസിനും എസ്പെഷ്യലി ആ വനിതാ പോലീസുകാർക്ക് എല്ലാവർക്കും എന്റെ വക നല്ല ക്ഷമയുണ്ട് കേട്ടോ നിങ്ങൾക്ക്. കാര്യം അവര് വിളിക്കുന്ന തെറിക്ക്, അവര് കാണിച്ചു കൊടുക്കുന്ന പെർഫോമൻസിനും ആട്ടിച്ച് ചകളം പൊട്ടിച്ച് അവിടെ ഇടേണ്ട സമയം കഴിഞ്ഞു. എന്ത് തന്നെ ആയാലും. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഇവര് തെറി വിളിക്കുന്ന ഒച്ചപ്പാടും ബഹളം ആദ്യം തുടക്കത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് ഐ തിങ്ക് ശാലുപ്പയ്യാടിന്റെ അടുത്താണ്. അയാളുടെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ ഇവര് തെറി പറയുന്നത്. അതിനുശേഷം വനിതാ പോലീസ് ഒന്ന് ഇടപെടുന്നു, പിന്നെ അവർക്ക് കയറി തെറി. ഇവര് നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ഒന്നാമത്തെ. ഇവരെ കിളിക്കൂടും പോയി. ഇയാൾ ഭ്രാന്തെന്ന് പറയണല്ലോ, ഭ്രാന്തൊന്നും ആയിരിക്കില്ല. ഇവർ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിളിക്കൂടും പോയി. അത്രയും പ്രഷർ കയറിക്കുക ആ ഒരു ലേഡി. വയസ്സായതാണ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഇയാൾ പറഞ്ഞ പോലെ വട്ടുണ്ടോ വട്ടില്ല എന്ന് നമുക്കറിയില്ല.
പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് എന്തോ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ്. അതിന്റെ റീസൺ എന്താന്നുള്ളത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് എത്തിച്ച എന്തിനാന്നുള്ളത് ഷാലുപ്പയോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സീരിയസ്ലി ഈ പോലീസ് ഇത് അന്നത്തെ ദിവസം അല്ല, എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് അല്ല ആ നൈറ്റ് ഇട്ടുണ്ട്, ഒരു റെഡ് നൈറ്റ് ആയിരുന്നു തല്ലണ സമയത്ത്. ഇതല്ല, അവിടെ നിന്നിട്ട് തന്നെയാണ് നിങ്ങൾ ആ വീഡിയോ ഇട്ടേക്കണേ. ആ വീഡിയോയിൽ അവർ റെഡ് നൈറ്റ് ഇട്ട് പോകുന്നുണ്ട്. അതിന് ശേഷമാണ് നിങ്ങൾ ഈ ക്ലിപ്പ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പ് നടന്ന ഇൻസിഡന്റ്. അപ്പൊ എന്തിനായിരുന്നു അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നത്, ഇവരെ വിളിപ്പിച്ചത്, ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായത് എന്തിനാന്നുള്ളത്. രണ്ടാമത്തത്, അതിന്റെ പേരിലാണോ ഇവരോട് നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്നുള്ളത്. ഇതാണ് എന്റെ ഒരു ഡൗട്ട്. ഇപ്പൊ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എൻ്റെ അടുത്ത് ഒരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവർ മുഴുത്ത ബട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കൾ ഇവരവിടെ സേഫ് അല്ല, ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ അതിപ്പോ സർക്കാർ എന്തെങ്കിലും ചെയ്തോളൂ. ഷാലുപ്പയോട് കഷ്ടപ്പെട്ട് സർക്കാരിന്റെ സെറ്റപ്പ് ഒന്നിനും ഉണ്ടാക്കാൻ നടക്കണ്ട. ഈ 3 കൊച്ചുങ്ങളുടെ കാര്യം, അവർക്ക് ഭ്രാന്താണ്, അവരെ കൊല്ലൂന്നൊക്കെ. ഇപ്പൊ ഇത്രയും കാലം കൊച്ചുങ്ങൾ അവരെ പോലെ ജീവിച്ചത്. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പെട്ടെന്ന് ഷാലുപ്പയോട് ഇവരെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഭ്രാന്താണ്, ഈ കുട്ടികളെ കൊല്ലൂന്നൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു നറേഷന്റെ ഇതെന്താണ്. മേ ബി സത്യമായിരിക്കാം. കല്ലെടുത്ത് കാണിച്ചത് ഓക്കെ, ആ ഒരു കല്ലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഷാലുപ്പയോടെ ആരാണെങ്കിലും ചെറിയൊരു ഡാമേജ് ഉണ്ടാവും നമ്മുടെ ഒരു ബോഡിക്ക്. അതിന്റെ പേരിൽ നിങ്ങൾ പിടിച്ചു മാറ്റി എന്നുള്ളതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പിടിച്ചു മാറ്റിയിട്ട് പിന്നെ നിങ്ങൾ അവിടെ കിടന്ന് തല്ലിയെന്ന്. അപ്പൊ ഓൾറെഡി 2 കൂട്ടർക്ക് നല്ല പ്രഷറായി നിൽക്കുന്ന എന്തോ ഒരു സീൻ അവിടെ ഉണ്ട്, എന്തോ ഒരു റീസൺ അവിടെ ഉണ്ട്. 2 കൂട്ടർ നല്ല പ്രഷറാണ്, ആ അമ്മച്ചിയും പിന്നെ ഷാലുപ്പയോടും. ഈ പ്രഷറിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫൈറ്റും ആ ഒരു അടിയും ബഹളവും ഒക്കെയാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ റീസൺ എന്താ, എക്സാക്ട് റീസൺ എന്താണെന്ന് ഇയാൾ തന്നെ ഒന്ന് പറയേണ്ടി വരും. ഒരു വീട് പണിയുടെ പേരിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും? ഐ ഡോണ്ട് തിങ്ക് സോ മാൻ. സംതിങ് ഈസ് ദെയർ ഇൻ ബിറ്റ്വീൻ. ഇനി ഈ അമ്മച്ചി ഹോസ്പിറ്റലൊക്കെ പോയി അവിടെ ഇരുന്നിട്ട് വീണ്ടും ഇതേ ആദ്യത്തെ വീഡിയോ ഇട്ട് അതേ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ കേരള ടുഡേ എന്ന പേര്, അതിൽ തന്നെ വേറൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. ഇവരുടെ ഈ അമ്മച്ചിയുടെ ഒരു നറേഷൻ ഇതിനെ കുറിച്ച് പറയുന്നത് എന്താ, അതെന്താ സംഭവം എന്നുള്ളത്. അവരെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഷാലുവിന്റെയും ഇവളെയും, ഷാലുബയുടെ മാത്രമല്ല ഈ മുമ്പർ ഈ കള്ളിയുടെ ഇവള് കള്ളിയെ പൂലമൊക്കെ കള്ളിയാണ്. നേരത്തെ ഇതുപോലെ ഒരു കൊച്ചിനെ ഇതേ കണക്ക് അവള് ചെയ്തു. 3 കൊച്ചുങ്ങളെ ഇവള് കൊണ്ട് സംരക്ഷിച്ചാക്കിയിട്ട് എന്റെ വാർത്തനം വേറെ ഒന്നുമല്ല. ഇവിടെ 2 മാസത്തേക്ക് നിങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ 2 മാസത്തിനകത്ത് വെച്ചു നിങ്ങൾക്ക് ഞാനൊരു ഷീറ്റിട്ട വീട് വെച്ച് തരാം. അതിന്റെ പണം വാങ്ങിച്ചു. എന്റെ 50,000 വന്നത് എടുത്തു കൊടുത്തു. പക്ഷെ എന്റെ ഇത് വെച്ച് ഇവർ അപ്പോഴേ തന്നെ കുത്തിയെടുത്തോട്ട് പോയി. ഇവർക്ക് ഇഷ്ടംപോലെ അവിടെ കിട്ടിക്കഴിഞ്ഞു. ആ പണം മൊത്തം ആ പണം ഞാൻ ചോദിച്ചതാണ് ഇവർക്ക് ഇപ്പൊ വന്നത്. കാര്യം ഇവിടെയാണ് എന്റെ ഡൗട്ട്. ആ പണം നിങ്ങൾ എന്തിനാ ചോദിച്ചത്? ഈ അമ്മച്ചിയുടെ കൂടെ വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഉൾപ്പെടെ നിങ്ങളൊക്കെ മണ്ടന്മാരാണ്. അയാളെ വീട് വെച്ച് കൊടുക്കാന്നല്ലേ പറഞ്ഞേ? വീട് വെച്ച് കൊടുത്തില്ല എന്നെ അവിടെ ഒരു ചോദ്യം പറച്ചിലും ആവശ്യമാണ്. അല്ല ഈ സ്ഥലം വാങ്ങിച്ചിട്ടില്ല, അതിന്റെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവര് കാശ് ചോദിച്ചു, അവരെന്തിനാ കാശ് ചോദിച്ചാൽ വീട് വെച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞേ? വീട് വെച്ചു കൊടുക്കണം. വീട് വെച്ചു കൊടുത്തിട്ടില്ലല്ലോ. അയാൾ പിന്നെ കാശ് എടുത്തോണ്ട് അതിനിപ്പോ വീടിന്റെ ആവശ്യങ്ങൾക്ക്, വീട് പണിയുടെ ആവശ്യങ്ങൾക്കാണ് അയാൾ കാശ് എടുത്തതെന്നുണ്ടെങ്കിലും എടുക്കാൻ പാടില്ലേ? പിന്നെ കാശ് അതിന്റെ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഏറ്റവും കാട്ടിട്ട് ഒരക്കോ മതലും എന്തോന്നറിയാം. തന്നെ ഇവിടെ കൊണ്ടാക്കിയത് അവരും കൂടെ ചേർന്ന്. എന്റെ നാട്ടിലെ ഒരു പയ്യൻ കൂടെ ഉണ്ട്, ഒരു കോൺഗ്രസിലെ ഒരു പയ്യൻ. ഞാൻ അവര് എനിക്ക് സതീഷ് എന്നാണ് കൊണ്ട് ഒരു വണ്ണമുള്ള ഒരു കഷണ്ടി. ആ പയ്യ അവന് ഞാൻ അവസാനം അവർക്ക് അതുവരെ അനുചേരി വീട്ടിൽ താമസിക്കാനുള്ള നിയമനം. ഒരു പയ്യന്റെ വീടാണ് ഞങ്ങൾക്ക് വാർത്തനം ചെയ്തത്. ഈ ആശുപത്രിയിൽ കുറച്ചപ്പുറത്താണ് ഇവിടെ ഞാൻ അവിടെ ഇവരെ 2 പേരെയും നേഴ്സറിയിൽ നിന്ന് വാർത്തനം ചെയ്ത് താത്തി കൊണ്ടുപോയി. ഇവിടെ അമ്മ എന്താ എവിടെ കടിച്ച? അമ്മ എവിടെ കടിച്ചവര്? മൂന്നാം തവണ. അപ്പൊ ഈ 3-ാം തവണ 2 തവണ നിങ്ങൾ ഇതുപോലെ അടിച്ചിട്ടും ഇതാക്കിയിട്ടും നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ ആരോടും പറഞ്ഞിട്ടില്ലേ? ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ അയാൾ തല്ലിയത് ഇടിച്ചത് അതിപ്പോഴും ഞാൻ അംഗീകരിക്കുന്നില്ല. വേറെ തന്നില്ല. തിരിച്ചടിക്കാൻ കേൾപ്പില്ലാത്ത ഒരു സ്ത്രീനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നത് വലിയ ആണത്തൊന്നും അല്ലടോ ഷാലുപ്പയ്യാടെ.
കാരണം എത്ര നന്മവരോ ആയാലും എന്ത് നല്ല ചെയ്താലും അതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കൂട്ടത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് അവര് സംസാരം കേട്ടറിയാം, തിരിച്ച് അങ്ങോട്ടിട്ട് കൊട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംസാര രീതിയായിട്ട് എനിക്ക് തോന്നുന്നു. ഷാലു പയ്യാടില്ലേ നന്മോരെന്ന് പറഞ്ഞു നടക്കണമല്ലേ. പിന്നെ ആ 3 കുഞ്ഞുങ്ങളുടെ അത് പൊടിക്കൊച്ചുങ്ങളാട്ടാ. ഞാൻ ഒറിജിനൽ വേറൊരു വീഡിയോയിലും കണ്ടായിരുന്നു. അതാണ് ഈ ബ്ലഡ് വേർഷൻ ഞാൻ യൂസ് ചെയ്തത്. എന്തുവാണ് ഇത്? ഞങ്ങള് സീരിയസ്ലി ഞാനത് കാര്യമായിട്ട് പറഞ്ഞു, ഈ ചാരിറ്റിയുടെ മറവിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന് വേണ്ടി ഒരുപാട് നാളായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ നടന്ന് ചാരിറ്റിന്ന് പറഞ്ഞു നടക്കുന്ന പലരും അതിന്റെ ബിഹൈൻഡ് ദ സീൻ കിടന്ന് കാണിക്കുന്ന പരിപാടികൾ വേറെയാവും. ഇവര് പറയുന്ന ബാങ്ക് അക്കൗണ്ട് വേണം, അതിൻ്റെ അകത്തേക്ക് ഫണ്ട് ഇടുള്ളൂ. ആ ഫണ്ട് വന്നതും പോണൊക്കെ എന്ത് വകുപ്പിലാന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ ചിലരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി ചാരിറ്റിയുടെ പുറത്ത് ചെയ്യുന്നുണ്ടാവും. ഓഫ് കോഴ്സ് ചെയ്യുന്നുണ്ടാവും. ഇവര് ചെയ്യുന്നതല്ലാട്ടെ പറഞ്ഞ ആരെങ്കിലൊക്കെ ഉണ്ടാവും ആ ഒരു ഫീൽഡിൽ ആ ഒരു പരിപാടിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. കുറച്ച് പേരുടെ അടുത്ത് നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ആൾക്കാർക്ക് നല്ലത് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഒരു സൈഡിൽ കൂടി, അപ്പൊ ഒന്നും മിണ്ടാൻ പാടില്ലല്ലോ. ഇനി വേറൊരു വിഷയമുണ്ട്. ഷാലു പയ്യാടിനെതിരെ വേറൊരു പയ്യൻ വന്നിട്ടുണ്ട്. എതിരെ വന്നു എന്നല്ല, അവനൊരു ക്ലാരിറ്റി ആയിട്ട് വന്നതാ. ഇയാൾ പണ്ടൊരു ക്യാമറ ഒരു പയ്യന് കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചു തരാം. എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ കല്ല് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. പണി അറിയാവുന്നവന് ആയുധം ഒരു വിഷയമേ അല്ല. ഇന്നലെ മോൾ എനിക്കൊരു റീല് ഫോർവേഡ് ചെയ്തു തന്നു. എന്ത് രസമെന്നറിയാം, ഒരു പയ്യൻ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പം നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു വീഡിയോഗ്രാഫർ എന്ത് ചെയ്യുമോ അതുപോലെയാണ് അവൻ മൊബൈലിൽ ചെയ്തേക്കുന്നത്. ഞാൻ ആ റീലിൽ ഒരു കമന്റ് ഇട്ട് എന്നിട്ട് അവനെ ഞാൻ കോൺടാക്ട് ചെയ്തു. നല്ലൊരു ക്യാമറ അവന്റെ കയ്യിൽ കിട്ടിയ അവൻ അതുവഴി നല്ലൊരു വീഡിയോഗ്രാഫറും ആവും, ഒരു നല്ല ജീവിതം അവന് കിട്ടും. അതോടൊപ്പം ശരിക്കുള്ള അവന്റെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനും പറ്റും. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അവൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല എന്തെങ്കിലും വർക്കുകൾ ഉള്ളപ്പോൾ ക്യാമറ ഒക്കെ വാടക എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ന് അവനെ വിളിച്ചുകൊണ്ട് നേരെ ക്യാമറ സ്കാനിൽ വന്നു. അവനൊരു വാടകയൊന്നും ഇല്ലാതെ അവന്റെ സ്വന്തം പോലെ ഉപയോഗിക്കാൻ ഒരു ക്യാമറ, അതാണല്ലോ അവന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ദൈവം എന്നെ എനിക്കിന്നൊരു അവസരം തന്നു. നമ്മളുടെ ചില സ്വപ്നങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അത് യാഥാർത്ഥ്യമായി തീരും. ഈ വീഡിയോ കണ്ടപ്പോ എല്ലാരും നന്മമരം ഷാലു പയ്യാട്, നന്മമരം ഞാൻ കളിയാക്കി വിളിക്കുന്നല്ല കേട്ടോ, ഇങ്ങനെ ചാരിറ്റിയാണ് എല്ലാരും നന്മമരം എന്നാണല്ലോ നമ്മൾ പൊതുവെ വിളിക്കേണ്ടത്, അങ്ങനെ വേണമല്ലോ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷാലു പയ്യാട് ക്യാമറ വാങ്ങിച്ച പയ്യന് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇത് പോർട്രേറ്റ് ചെയ്ത് ഇറങ്ങിയത്. ആ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ആദ്യം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും കാണുമ്പോഴേക്കും ഓക്കെ, ആ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത കഴിവുള്ള പയ്യന് ഷാലു പയ്യാട് ഒരു ക്യാമറ വാങ്ങിച്ചു കൊടുത്തു. ക്യാമറ വാങ്ങിച്ചു കൊടുക്കുക കെൽപ്പില്ലാത്ത ആളൊന്നും അല്ല ഷാലു പയ്യാട്. ബൈ പ്രൊഫഷൻ അയാളും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതാണ്. സോ പുള്ളിക്ക് അറിയാം അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയാൽ അയാൾ എത്രത്തോളം വളർന്നു പോകും എന്നുള്ളത് അറിയാം. അതിന്റെ പേരിൽ പുള്ളി ക്യാമറ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇവിടെ കാണിച്ചു. ക്യാമറ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ക്യാമറ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണോ അല്ലെന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോണിൽ വെഡിങ് ഷൂട്ട് ചെയ്തതിന്റെ പാർട്ടായിട്ട് എനിക്ക് കിട്ടിയതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. പുള്ളി എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തന്ന ക്യാമറയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി അത് തിരിച്ച് ആവശ്യപ്പെടുകയും ഞാൻ അത് തിരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഞാൻ വാങ്ങിയ ക്യാമറ ഒരു സോണി M4 ഞാൻ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളി വാങ്ങിച്ചെന്ന ക്യാമറയാണോ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ അതിലാണ് വർക്ക് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ നിലവിൽ പുള്ളിയുടെ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഞാൻ പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് നീ പുള്ളിയുടെ കൂടെ അല്ലേ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഞാൻ അതിനുശേഷം പുള്ളിയായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നല്ല കാര്യമാടാ. നീ നിന്റെ കഴിവ് വെച്ചിട്ട് നീ വളർന്നു. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഇവിടെ പല ചാരിറ്റിയുടെ മറവില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇവരൊക്കെ അങ്ങോട്ട് കൂടെ തമ്മിലുള്ള കുറെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കൂടുതൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കാൻ താല്പര്യമില്ല. റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഈ വീഡിയോ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഞാനടക്കമുള്ള എല്ലാവരും ഷാലുപ്പയുടെ വട്ടവർ ഹൂവർ ഇറ്റ് ഈസ് എല്ലാവരും മൊത്തത്തിൽ ഞാൻ പറയാം, ഞാനടക്കം റീലിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണുന്നതല്ല നമ്മുടെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ എല്ലാവരും നിങ്ങളൊക്കെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ഇതുള്ള ആൾക്കാർ തന്നെയാണ്. അതിൽ ചിലപ്പോൾ നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും, നല്ലവരായിട്ട് അഭിനയിച്ചിരിക്കുന്നവരുണ്ടാവും, നോർമലി നല്ലതും ചീത്തയൊക്കെ ഒരുപോലെ ലൈഫിൽ മുമ്പോട്ട് നോർമൽ ലൈഫ് ജീവിക്കുന്നവരുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷെ ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരിക്കലും നമുക്ക് അത് അങ്ങനെ അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഞാനിതൊക്കെ പച്ചക്ക് തുറന്ന് പറയുന്നുണ്ട്. എനിക്ക് അന്നോട്ട് ഇന്ന് വരെ എന്റെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം എന്റെ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഞാൻ ഒരിക്കലും എന്നെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്റെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ചില അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എന്റെ പേഴ്സണൽ ലൈഫ്, എന്റെ ഇഷ്ടം, അത്രേ ഉള്ളൂ. അല്ല ഞാനവിടെ ഒന്നോ എനിക്കിത് അറിയില്ല എന്നൊന്നും പറഞ്ഞ് കുണയ്ക്കാൻ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലാണ് നമ്മളൊരു തുടക്കം. നല്ല രീതിയിൽ ഇപ്പോഴും അത് പോകുന്നുണ്ട്, എല്ലാവർക്കും ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിൽ സോഫ ഗുഡ്, ഞാൻ കമന്റ്സ് ഒക്കെ എടുക്കുക. ഞാൻ അധികം കമന്റ്സിന് റിപ്ലൈ കൊടുക്കാറ് ശ്രദ്ധിക്കാറില്ല. ഇവിടെ എന്തോ കമന്റ്സ് ഒക്കെ വരുന്നത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് നല്ലൊരു പോസിറ്റീവ്
ഒരു ഫീഡ്ബാക്ക് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ ഈ വീഡിയോ സെയിം വീഡിയോ ഫേസ്ബുക്കിലേക്ക് ഇടും. ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നല്ലത് എന്തെങ്കിലും ഇട്ടാൽ പോലും വെറുതെ വന്നിട്ട് അവർ നന്നായി പോകണ്ടല്ലോ എന്ന് കാണുമ്പോഴേക്കും ചുമ്മാ വന്നിട്ട് അവിടെ കൊണ്ടാടിക്കുന്ന കുറെ ടീമുകളുണ്ട്. അപ്പോൾ ഈ ചാരിറ്റി നന്മമരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ജനങ്ങൾ അത്ര ഉണ്ടെന്ന് ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോരോ ഗുണങ്ങൾ ഉണ്ടാവും. സോ അവരൊരു വഴിക്ക് അവരെ കോണ്ടന്റ് ആയിട്ട് അതങ്ങ് ചെയ്തു പോട്ടെ. ചില ആൾക്കാർ വീഡിയോ ഒന്നും ഇടാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നവരുണ്ട്. പല കമ്മിറ്റികളുണ്ട്, പല അസോസിയേഷൻസ് ഉണ്ട്. അവരൊക്കെ വീഡിയോ ഒന്നും ഇടാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അത് അങ്ങനെ പോട്ടെ. എല്ലാവരും എക്സിസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആർക്കെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉണ്ടാവുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പക്ഷം. കാര്യം കഴിഞ്ഞ അവിടുത്തെ ഒരു കോണ്ടന്റോട് കൂടി ഞാൻ ആ ഒരു അങ്ങോട്ട് മാറി. കാര്യം ഒരാളുടെ പുറകെ പോയ അയാളുടെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴേക്കും ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. അതൊക്കെ വീഡിയോ എടുത്തിട്ടാന്ന് നിന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടുപ്പിച്ച് കളയിൽ ബോട്ടിന്റെ അറ്റാക്ക് ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് വിട്ടതെല്ലാം. ഓക്കെ, എനിവേ അതെന്നോ നടന്നൊരു സീനാണ്. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. എന്റെ ഫോണിലാണെങ്കിൽ കുറെ ഡാറ്റാസ് ഉണ്ടായിരുന്നു മറ്റേ ഫോണിൽ. ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ എല്ലാം പോയി. എനിവേ ഇനിയിപ്പോ ഷാലു പയ്യാടാണ് ഇതിന്റെ അകത്ത് കുറച്ച് ഉത്തരങ്ങൾ പറയേണ്ടത്. കുറെ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് നിൽക്കുന്നത്. സോ യു ഷുഡ് ആൻസർ. നിങ്ങൾ നിങ്ങളുടെ ഒരു വേർഷനായിട്ട് നിങ്ങൾ ക്ലാരിറ്റി ഉള്ള ഒരു വേർഷനായിട്ട് വരണം.